മൈക്കിൾ ജാക്സന്റെ ജന്മദിനത്തിൽ ജാക്സൺ വേഷമണിയുന്ന 3 ഡാൻസർമാരുടെ ആദരം. സ്റ്റിൽ എലൈവ് എന്ന ആൽബത്തിലൂടെ മൈക്കിൾ ജാക്സന്റെ ഡാൻസും പാട്ടും നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. തൃശൂർ സ്വദേശികളായ രാകേഷ്, കിരൺ, ജാക്സൺ ബാബു എന്നിവരാണ് ഈ ഗാനം നമ്മളിലേക്ക് എത്തിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ 67ാമത് ജന്മദിനമാണ്. ഇപ്പോൾ മൈക്കിൾ ജാക്സന് ട്രിബ്യൂട്ടായി ഒരു കൂട്ടം യുവാക്കൾ തൃശ്ശൂരിലെ അദ്ദേഹത്തിന് ഒരു ആദരവായിക്കൊണ്ട് തന്നെ ഒരു മ്യൂസിക് ആൽബം, വിഷ്വൽ ആൽബം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലോഞ്ചും ഇതേ ദിവസം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ജന്മദിന ദിവസം തന്നെയാണ്. എന്നോടൊപ്പം അവരെല്ലാവരും തന്നെയുണ്ട്, അതിന് നേതൃത്വം നൽകിയവരെല്ലാവരും തന്നെയുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റിൽ അലൈവിനെ കുറിച്ച്? സ്റ്റിൽ അലൈവ് എന്ന് പറയുന്ന ഈ മൈക്കിൾ ജാക്സൻ്റെ 67th ബർത്ത്ഡേക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും ഞങ്ങൾ സോളോസൊക്കെയാണ് എല്ലാ കൊല്ലങ്ങളും ചെയ്യുക. അത് നമ്മുടെ പേഴ്സണൽ സ്പേസിലൊക്കെ വെച്ച് ചെറിയ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വട്ടം കുറച്ച് വ്യത്യാസമായിട്ട് എന്താണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൻ്റെ ഐക്കോണിക്കായിട്ട്, അതായത് തൃശ്ശൂരിൻ്റെ വളരെ സീനിയറായിട്ട് മൈക്കിൾ ജാക്സനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഡാൻസ് ചെയ്യുന്ന 3 ഫ്രണ്ട്സ്, അപ്പോൾ ഇവർ 3 പേരെയും ഒന്നിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു ആദ്യത്തെ കോൺസെപ്റ്റ്. അതാണ് സ്റ്റിൽ അലൈവ് എന്നുള്ള പേരെല്ലാം അതിന് ശേഷം ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഈ രൂപത്തിലും ഇവർ അതുപോലെ തന്നെ ആകാനായി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജാക്സന്റെ 3 സമയമാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം. എങ്ങനെയാണ് ജാക്സണിലേക്ക് എത്തിപ്പെട്ടത്? ജസ്റ്റ് മുടി വളർത്തിയ ബ്രേക്കും കുട്ടിയായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവരും വന്നൊരു ചെറിയൊരു മുഖത്തിന് ചെറിയൊരു കട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞു ജാക്സൺ എന്ന് വിളിപ്പേരായി അത് ജാക്സൺ എന്നുള്ളത്. അങ്ങനെ അത് കണ്ടു, വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് പഠിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ വേദിയിൽ കയറി ജാക്സൺ ബാബു എന്ന് അനൗൺസ് ചെയ്തു ഫസ്റ്റ് വേദിയിൽ. ആ പേര് പിന്നെ നിലനിന്നു. നമ്മളിത് ആൽബം ഉണ്ടാക്കിയത് അപ്പോൾ എത്ര നാൾ കൊണ്ടാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിയതൊക്കെ? ഇപ്പോൾ ഒരു ആൽബം ഉണ്ടാക്കിയത് തന്നെ ഏകദേശം ഒരു മാസത്തോളമായിട്ടാണ്. അപ്പോൾ അതിന് നല്ല ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ടെക്നിക്കൽ സൈഡായിട്ടും കൊറിയർ സൈഡായിട്ടും കുറേ സംഭവം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് സാറാണ്, നെനിബോൾ സാറാണ്. MJ വിട്ടുപോയിട്ട് ഒരുപാട് കാലമായെങ്കിലും, ഒരുപാട് വർഷങ്ങളായെങ്കിലും, പക്ഷേ ഇപ്പോഴും നമ്മളെ മനസ്സിലൊക്കെ അദ്ദേഹം ഉണ്ട് തന്നെയാണ്. ഡാൻസിനെയും അതുപോലെ തന്നെ സംഗീതത്തിനെയും ഇഷ്ടപ്പെടുന്ന എല്ലാ കലാകാരന്മാരുടെ ഉള്ളിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നമ്മൾ ഇത്രയും വർഷം ഈ ഒരാളെ തന്നെ ഒരു ജനറേഷൻ മാത്രമല്ല പല ജനറേഷനുകൾ പിന്തുടരുക എന്ന് പറയുന്നത് അപൂർവമായിരിക്കും. സത്യമായിട്ടും ഇപ്പോഴത് മ്യൂസിക് നമുക്ക് ഏത് കേട്ടാലും ബേസിക് ജോണർ എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ മ്യൂസിക് ആയിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കളിച്ചിട്ടുള്ള പഴയ ഓരോ സ്റ്റെപ്സുകളായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഓരോ സ്റ്റൈൽ ഓഫ് ഫോം ഓഫ് ഡാൻസ് ആയിട്ട് ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ബോക്സിലുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണ്? എല്ലാവരും മൈക്കിൾ ജാക്സൺ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു പെർഫോമൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടിയെത്തും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളൊരു ചെറിയൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ബ്ലാക്ക് ബോക്സ് എന്നുള്ള ഐഡിയ വന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആണ്, കുറച്ചും കൂടി അടുത്തിരുന്ന് എല്ലാവർക്കും ലൈവായിട്ട് പെർഫോമൻസ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടും. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.